ഇന്നത്തെ സ്പെഷ്യൽ ചെറിയ കാരൽ കൊണ്ട് തയ്യാറാക്കാവുന്ന തേങ്ങ അരച്ചൊരു മീൻകറി റെസിപ്പിയാണ്. പുളിക്ക് വേണ്ടി ഞാൻ ഈ മീൻകറിയിൽ ചേർത്തിട്ടുള്ളത് മാങ്ങയാണ്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പൊടികളോടൊപ്പം തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം വേണം ഈ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ. ഇതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം തണുക്കാനായി മാറ്റി വെക്കാം. അതിനുശേഷം തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 6-7 പീസ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ തന്നെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ചുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. 3-4 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം വേണം ഇതിലേക്ക് മീനെല്ലാം ചേർത്ത് കൊടുക്കുന്നതിന്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി മീനെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള ചെറിയ കാരൽ കൊണ്ട് ഈ മീൻകറി തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കഴിക്കാൻ. ഈ മീനെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ മീൻകറി തയ്യാറാക്കുമ്പോൾ പുളി ചേർക്കുന്നതിനേക്കാൾ നല്ലത് പുളിക്ക് വേണ്ടി മാങ്ങ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. മാങ്ങ കിട്ടുമെങ്കിൽ ഇതുപോലെ മാങ്ങ ചേർത്ത് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. മീൻകറിയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടെ തളിച്ച് ചേർക്കാം. ഇങ്ങനെ മീൻകറി തയ്യാറാക്കുമ്പോൾ തീർച്ചയായും തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം മാത്രം അരച്ചെടുക്കുന്നത് കൂടെ ശ്രദ്ധിക്കണം. ഇത് സാധാരണ പച്ചയ്ക്ക് നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ മീൻകറിയുടെ പ്രത്യേകതയും. നന്നായി ചൂടായ എണ്ണയിലേക്ക് കടുകൊന്ന് പൊട്ടിച്ച ശേഷം ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ച് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുമായാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ കടുക് താളിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കടുക് താളിച്ചതൊന്ന് ചേർത്ത ശേഷം ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇത് കഴിക്കാനായി എടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം മീൻകറി ഈ ഒരു ഫോമിലായിട്ടുണ്ട്. ഇത് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനായി ആവശ്യത്തിനുള്ളത് ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്